ഹായ് ദർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രിംഗ് മെത്തേഡുകളെ കുറിച്ചിട്ടാണ്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്പർ മെത്തേഡുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതേപോലെ തന്നെ സ്ട്രിങ്ങിനും കുറെ മെത്തേഡ്സ് ഉണ്ട്. സ്ട്രിങ്ങിനെ മാനിപ്പുലേറ്റ് ചെയ്യുക, സ്ലൈസ് ചെയ്യുക, കട്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സ്ട്രിംഗ് മെത്തേഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ സ്ട്രിങ്ങിനെ കൺവേർട്ട് ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെയാണ് സ്ട്രിംഗ് മെത്തേഡ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്ട്രിങ്ങിൽ ഏകദേശം 26 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെത്തേഡാണ് കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള. പിന്നെയും കുറച്ച് മെത്തേഡ്സും കൂടി ഉണ്ട്, പക്ഷെ 26 ഞാനിപ്പോൾ ടീച്ച് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അത് ബാക്കിയുള്ള മെത്തേഡ്സ് ഒക്കെ പലതും ഔട്ട്ഡേറ്റഡ് ആയി പോയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള മെത്തേഡുകൾ നമ്മൾ ഇനി പഠിക്കേണ്ട ആവശ്യമില്ല. അതായത് പല പുതിയ ജാവാസ്ക്രിപ്റ്റ് വേർഷൻ വന്നപ്പം കുറെ മെത്തേഡുകൾ എടുത്ത് കളഞ്ഞു. ഓക്കെ, അപ്പൊ അത് പ്രസന്റ്ലി സപ്പോർട്ടഡ് അല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള മെത്തേഡിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ഇങ്ങനത്തെ മെത്തേഡ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. മാത്രമല്ല ഇന്റർവ്യൂസിലും ചോദിക്കാറില്ല. ഓക്കെ, ഇനി ഇപ്പോ എന്തെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എടുത്ത് കളഞ്ഞെങ്കിൽ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഇപ്പൊ കറന്റ്ലി ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന എല്ലാ മെത്തേഡുകളും എക്സിസ്റ്റിംഗ് ആണ്, ഉള്ളതാണ്, യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മളിപ്പോൾ ഇത് മാത്രം പഠിച്ചാൽ മതി. ബാക്കിയുള്ളത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ സ്ട്രിംഗ് മെത്തേഡ് മോസ്റ്റ്ലി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രൈ ചെയ്യാവുന്നുള്ളൂ. ഇത് നമ്മൾ നമ്പർ മെത്തേഡൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് സ്ട്രിംഗ് മെത്തേഡുകളും വരുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാത്തിലും ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കാണിച്ചു തരുന്നില്ല. ആവശ്യമുള്ളത് മാത്രമേ ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് ടൈപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് പ്രോപ്പർ ആയിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, കാരണം ഇത് ഞാൻ പറയാനുള്ള കാരണം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞുള്ള ഒരു കാര്യമാണ്, ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. ഓക്കെ, കേസ് സെൻസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കുന്ന സ്ഥലത്ത് നമുക്ക് സ്മാൾ ലെറ്റർ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഉദാഹരണത്തിന് നമ്മൾ CSS സെക്ഷനിൽ പഠിച്ചപ്പോൾ അതിൻ്റെ അകത്ത് IDസും ക്ലാസ് നെയിമും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ IDസും ക്ലാസ് നെയിമും കേസ് സെൻസിറ്റീവ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ രണ്ട് നെയിം ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ച് കൊടുക്കുമ്പോൾ സ്മാൾ ലെറ്റർ ഉപയോഗിച്ച് കൊടുക്കുമ്പോൾ അതിന്റെ രണ്ട് രീതിയിലാണ് നമുക്ക് ഔട്ട്പുട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, സോ അങ്ങനെ ഔട്ട്പുട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ആണ് ചെയ്തത്, ഇത് കേസ് സെൻസിറ്റീവ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതുപോലെ തന്നെയാണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ലാംഗ്വേജും. ജാവാസ്ക്രിപ്റ്റ് മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ ലാംഗ്വേജുകളും കേസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. ഓക്കെ, കേസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് ക്യാപിറ്റൽ ലെറ്റർ വരേണ്ട സ്ഥലത്ത് ക്യാപിറ്റൽ ലെറ്റർ തന്നെ ഉപയോഗിക്കണം. അതുപോലെ തന്നെ സ്മാൾ ലെറ്റർ വരേണ്ട സമയത്ത് നമ്മൾ സ്മാൾ ലെറ്റർ തന്നെ ഉപയോഗിക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ വേരിയബിൾ നെയിം അടക്കം ക്യാപിറ്റൽ ലെറ്റർ സ്മാൾ ലെറ്റർ നമ്മൾ കേസ് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയ, നമ്മൾ നേരത്തെ പഠിച്ചുള്ള നമ്പർ മെത്തേഡായിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കാനുള്ള അങ്ങനത്തെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അതും ചെയ്ത് നോക്കാം. പറ്റുന്ന എല്ലാം ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് നഷ്ടപ്പെടാനുള്ള, കൂടി പോയി കഴിഞ്ഞാൽ ഒരു എറർ മാത്രമേ കാണിക്കും. ഓക്കെ, സോ അങ്ങനെയാണ് നമുക്ക് ശരിക്കും കോഡിങ് പഠിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ മാത്രം കണ്ടുപോയിട്ടൊരു കാര്യമില്ല. ഞാനൊരു മെത്തേഡ് പഠിപ്പിക്കും, ജസ്റ്റ് നിങ്ങളത് പോസ്റ്റ് ചെയ്യുക, വീഡിയോ പോസ്റ്റ് ചെയ്യുക, അത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, അതിനുശേഷം അടുത്ത മെത്തേഡ് കാണുക. അല്ലാതെ നമ്മൾ മെത്തേഡ് വെറുതെ വീഡിയോ കണ്ടുപോയിട്ട് സിനിമ കാണുന്ന പോലെ കംപ്ലീറ്റ് ആയിട്ട് കാണുക, മുഴുവൻ പഠിച്ചു കഴിഞ്ഞു അടുത്ത ടോപ്പിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ പഠിച്ചതെല്ലാം മറന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ഓരോ ദിവസത്തിന് വേണ്ടിയിട്ട് അസൈൻ ചെയ്ത് മാത്രം ഇന്നത് കാണുക. നാളെ അത് ഒന്ന് റിവിഷൻ ചെയ്തതിന് ശേഷം അടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ ഞാൻ ആദ്യം പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു കോഴ്സ് എടുത്തുകൊണ്ട് ജസ്റ്റ് വേസ്റ്റ് ആയി പോകും, എമൗണ്ട് വേസ്റ്റ് ചെയ്യാം. ആ ഒരു നിങ്ങൾ മുടക്കിയ പണം വേസ്റ്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് നമ്മൾ ലക്ഷ്യം വെക്കുന്ന ഒരു കരിയർ ബിൽഡ് ചെയ്തെടുക്കാനാണ്. അപ്പൊ നിങ്ങൾ അതിന്റെ രീതിയിൽ തന്നെയാണ്. നമുക്ക് നത്തിങ് ഈസ് ഈസി എന്ന് പറയാം പെട്ടെന്ന്, പക്ഷേ ശ്രമിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. ഓക്കെ, എനിവേ ഇവിടെ ക്യാരക്ടർ അറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രിംഗ് മെത്തേഡാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ക്യാരക്ടർ അറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഹലോ എന്ന് പറഞ്ഞ ഒരു സ്ട്രിംഗ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു സ്ട്രിംഗ് മെത്തേഡിൽ ക്യാരക്ടർ അറ്റ് 0 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിന്റെ ഓരോ ക്യാരക്ടറും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് സ്ട്രിങ്സിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഓരോ സ്ട്രിങ്ങിനും ഇൻഡെക്സ് നമ്പർ ഉണ്ട്. അതായത് നമ്മൾ അറേസിനൊക്കെ ഇൻഡെക്സ് നമ്പർ ഉള്ളതുപോലെ തന്നെ ഓരോ നമ്പേഴ്സിനും, ഓരോ സ്ട്രിങ്ങിൽ ഓരോ ക്യാരക്ടേഴ്സിനും ഇൻഡെക്സ് നമ്പർ ഉണ്ട്. ഓക്കെ, അതുപോലെ Hന്റെ ഇൻഡെക്സ് നമ്പർ ആണ് 0, Eയുടെ ഇൻഡെക്സ് നമ്പർ 1, ഈ രണ്ട് Lന്റെ ഇൻഡെക്സ് നമ്പർ, അതായത് 0, 1, 2, 3, 4. ഓക്കെ, 5 അക്കങ്ങൾ ഉണ്ടെങ്കിൽ അതിന് 4 അവസാനത്തെ ഇൻഡെക്സ് നമ്പർ. N-1 എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, 4, 5. ഓക്കെ, സോ N-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഇൻഡെക്സ് നമ്പർ എൻഡ് ചെയ്യുന്ന എവിടെയാണ്? 4ലാണ് ഇൻഡെക്സ് നമ്പർ എൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ക്യാരക്ടർ അറ്റ് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് console.log എന്ന് എഴുതിയിട്ട് കഴിഞ്ഞ നമ്പർ മെത്തേഡിലൊക്കെ ചെയ്ത പോലെ തന്നെ സ്ട്രിംഗ് ഡോട്ട് ക്യാരക്ടർ അറ്റ് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ H മാത്രമായിരിക്കും പ്രിന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇതാണ് ക്യാരക്ടർ അറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രിംഗ് മെത്തേഡ്. സ്വന്തമായിട്ട് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇനി
അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്ട്രിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ കോഡ് അറ്റ് എന്നാണ്. ഓക്കെ, എന്താണ് ക്യാരക്ടർ കോഡ് അറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം വെക്കുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഈ കീബോർഡിന്റെ അകത്ത് ആക്ച്വലി നമുക്ക് ബൈനറി ലെവലിൽ ഈ ഒരു കാര്യം സെൻഡ് ചെയ്യാൻ പറ്റില്ല. എ എന്ന് പറഞ്ഞ കാര്യം ബൈനറി നമ്പർ അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമ്പ്യൂട്ടർ CPU എല്ലാ കാര്യങ്ങളും പ്രോസസ്സ് ചെയ്യുന്നത് ബൈനറി നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട്. നമ്മൾ പ്രോഗ്രാമിംഗ് എഴുതി കഴിഞ്ഞാലും കോഡിങ് എഴുതി കഴിഞ്ഞാലും നമ്മൾ സാധാരണ നോട്ട് പാഡിൽ എന്തെങ്കിലും കാര്യം ടൈപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും അതെല്ലാം തന്നെ കമ്പ്യൂട്ടർ സിസ്റ്റം പ്രോസസ്സ് ചെയ്യുന്നത് ബൈനറി ലെവലിലാണ്. ഓക്കെ, എച്ച് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്, പക്ഷെ എച്ച് എന്ന് പറഞ്ഞ ക്യാരക്ടർ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സേവ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ അങ്ങനെ സേവ് ചെയ്യാൻ പറ്റാതിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് ക്യാരക്ടർ ആക്ച്വലി സേവ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിന്റെ ഒരു ഡിസ്കിലേക്ക് കൊണ്ട് സേവ് ചെയ്യുന്നത് ബൈനറി ഡാറ്റ ആയിട്ടാണ് സേവ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ ബൈനറി ഡാറ്റ ആയിട്ട് സേവ് ചെയ്യണമെങ്കിൽ എച്ചിന് ഡയറക്റ്റ് ആയിട്ട് ഒരു ബൈനറി നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം എച്ചിന് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ബൈനറി നമ്പർ ഞാൻ 010 എന്ന് പറഞ്ഞ് കൊടുക്കുക, അല്ലെങ്കിൽ 1010 എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, ഇല്ലെങ്കിൽ അങ്ങനെ 1010 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന് അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു നമ്പർ കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, സോ അങ്ങനെ നമ്പർ ഉണ്ടാകുന്ന കാര്യങ്ങൾ പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് ഇത് സാധാരണ ക്യാരക്ടർ കോഡുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്യാരക്ടർ കോഡ് പല വിധത്തിലുള്ള ക്യാരക്ടർ കോഡുകളുണ്ട്. പക്ഷെ ഇവരുടെ അകത്ത് നമുക്ക് വരുന്ന ക്യാരക്ടർ കോഡ് എന്ന് പറഞ്ഞാൽ 1, 1, 2, 3 അങ്ങനത്തെ ക്യാരക്ടർ കോഡുകളാണ് വരുന്നത്. ഓക്കെ, സോ ഇവിടെ ക്യാരക്ടർ കോഡ് അറ്റ് അതായത് ക്യാരക്ടർ കോഡ് അറ്റ് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എച്ചിന്റെ ക്യാരക്ടർ കോഡ് ഏതാണെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, എച്ചിന്റെ ക്യാരക്ടർ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 72 ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ക്യാരക്ടർ കോഡ് ഒന്നിനും ക്യാരക്ടർ കോഡ് ഉണ്ട്. ഇപ്പൊ നമ്മൾ സാധാരണ പലർക്കും ഡൗട്ട് ഉണ്ടാവും, അപ്പൊ 1, 2 ക്യാരക്ടർ കോഡ് ഉണ്ടോ എന്ന് ഡൗട്ട് ഉണ്ടായിരിക്കും. ഒന്നിന്റെ ക്യാരക്ടർ കോഡ് എന്ന് പറഞ്ഞാൽ 101 ആണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ക്യാരക്ടർ കോഡുകളുണ്ട്. നിങ്ങൾക്ക് ക്യാരക്ടർ കോഡ് ടു 1 എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇയുടെ ക്യാരക്ടർ കോഡ് വരും. ക്യാരക്ടർ കോഡ് ടു 2 എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ 0, 1, 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇല്ലിന്റെ ക്യാരക്ടർ കോഡ് വരും. അങ്ങനെ ഓരോ നമ്പറിന്റെയും ക്യാരക്ടർ കോഡുകൾ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്യാരക്ടർ കോഡ് യൂഷ്വലി ഉപയോഗിക്കുന്നത് നമ്മൾ കീബോർഡിന്റെ അകത്ത് ഇൻപുട്ട് കൊടുക്കുമ്പോഴാണ്. കീബോർഡ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമ്മൾ Ctrl+Z എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ Ctrl+Z ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ കീബോർഡ് ഈ ഒരു ഡാറ്റ കമ്പ്യൂട്ടറിന് ഇൻപുട്ട് കൊടുക്കുന്ന നമ്പേഴ്സിലാണ്. ഓക്കെ, കൺട്രോൾ എന്ന് പറഞ്ഞാൽ CTRL+Z എന്നല്ല കൊടുക്കുന്നത്. അതിന് പകരം CTRന്റെ ഒരു ക്യാരക്ടർ കോഡ് ഉണ്ട്, സെഡിന് ഒരു ക്യാരക്ടർ കോഡ് ഉണ്ട്. ഈ രണ്ട് കോഡുകളും ഒരുമിച്ച് വന്നു എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രക്ഷൻ ആയിരിക്കും CPU കൊടുക്കുന്നത്. ഓക്കെ, CPU ഈ ക്യാരക്ടർ കോഡുകൾ ഉപയോഗിച്ചിട്ട് ഇപ്പൊ H പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കീബോർഡ് CPU കൊടുക്കുന്ന ക്യാരക്ടർ കോഡ് എന്ന് പറഞ്ഞാൽ 72 ആണ്. ഓക്കെ, സോ 72നെ CPU അതിന്റെ ആ ടേബിളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും, മാച്ച് ചെയ്ത് നോക്കും. അങ്ങനെ 72 എന്ന് പറഞ്ഞ നമ്പർ റെപ്രസെന്റ് ചെയ്യുന്ന എച്ചിനെയാണ്. അപ്പൊ എച്ച് നമുക്ക് ഇവിടെ നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വരും. ഓക്കെ, സോ അങ്ങനെയാണ് നമുക്ക് സാധാരണ ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് ക്യാരക്ടർ കോഡ് എന്ന് പറഞ്ഞ ഈ മെത്തേഡ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സിനും ABCD മൊത്തമുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും സ്പെഷ്യൽ ക്യാരക്ടേഴ്സിനും എല്ലാത്തിനും അതിൻ്റെതായ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടർ കോഡുകളുണ്ട്. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സ്ട്രിംഗ് നമ്പേഴ്സിന് ആക്ച്വലി കോഡുകൾ എടുക്കാൻ പറ്റത്തില്ല, കാരണം ഇത് സ്ട്രിംഗ് മെത്തേഡാണ്. ഓക്കെ, ഇവിടെ 2 എന്ന് പറഞ്ഞ് 1 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്കണമെങ്കിൽ ഡബിൾ കോഡ്സ് ഇട്ടിട്ട് അതിന്റെ അകത്ത് നിങ്ങൾ 1 എന്ന് പറഞ്ഞ് കൊടുക്കണം. ഓക്കെ, അങ്ങനെ കൊടുത്തിട്ട് അതിന്റെ ക്യാരക്ടർ കോഡ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അല്ലാതെ നിങ്ങൾ സാധാരണ വെറുതെ 1 എന്ന് കൊടുത്ത്, കാരണം ഇത് സ്ട്രിംഗ് മെത്തേഡാണ്, നമ്പർ മെത്തേഡ് അല്ല. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ ക്യാരക്ടർ സ്പെഷ്യൽ, അറ്റ്, സ്റ്റാർ, ഹാഷ് അങ്ങനത്തെ എല്ലാ സിമ്പിളിന്റെയും ക്യാരക്ടർ കോഡ് നിങ്ങൾ സ്വന്തമായിട്ട് എടുത്ത് നോക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ക്യാരക്ടർ കോഡുകൾ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്ട്രിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ കൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞ മെത്തേഡാണ്. അതായത് നമുക്കിപ്പോൾ 2 സ്ട്രിംഗ് ഉണ്ട് എന്ന് വിചാരിക്കാം. 2 സ്ട്രിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് കാണിച്ചു തരാം, എങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവും. ഓക്കെ, 2 സ്ട്രിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ആ 2 സ്ട്രിങ്ങിനെ, അതായത് ഞാനിവിടെ ഒരു വേരിയബിൾ നെയിം ഉപയോഗിച്ചിട്ട് string 1 സേവ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു വേരിയബിൾ ഉപയോഗിച്ച് string 2 സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എനിക്ക് ഈ 2 സ്ട്രിങ്ങിനെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് ആണ് കൊണ്ടുവരേണ്ടതെങ്കിൽ നിങ്ങൾക്ക് കൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കാം. കൺകാറ്റിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റിൽ മാത്രമല്ല എല്ലായിടത്തും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും, ഒട്ടുമിക്ക എല്ലാ പ്രോഗ്രാമിംഗ്, ഇപ്പൊ നമ്മൾ പൈത്തൺ എടുത്താലും ജാവാസ്ക്രിപ്റ്റ് എടുത്താലും ജാവ എടുത്താലും എല്ലാത്തിലും കൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്, കാരണം നമ്മുടെ എല്ലായിടത്തും ഉപയോഗിക്കുന്നതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുക, അതിന് പെട്ടെന്ന് എറർ വരുന്നു. എറർ ഹാൻഡിലിങ്ങിലൊക്കെ കൺകാറ്റിനേഷൻ ഭയങ്കരമായിട്ട് ഉപയോഗിക്കും.
നമ്മൾ ഒരു എറർ മെസ്സേജ് പ്രോഗ്രാം ഡിഡ് നോട്ട് റൺ സക്സസ്ഫുള്ളി എന്ന് കാണിച്ചിട്ട് എറർ മെസ്സേജ് പ്രിന്റ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ കൺകാറ്റിനേഷൻ ഉപയോഗിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ക്വറീസ് ഒക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ SQL ആണെങ്കിലും ശരി, MongoDB ആണെങ്കിലും ശരി, ഇങ്ങനത്തെയുള്ള എല്ലാ ഡാറ്റാബേസ് സിസ്റ്റത്തിലും കൺകാറ്റിനേഷൻ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, സോ രണ്ട് കാര്യങ്ങൾ ഇതുപോലെ കൺകാറ്റിനേഷൻ, അതായത് നമ്മൾ യൂസറിന് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കൊറിയുടെ ഒപ്പം നമ്മൾ ഇത് കൺകാറ്റ് ചെയ്യും. ഇങ്ങനെ രണ്ട് സ്ട്രിങ്ങുകൾ കൊറിയുടെ ഒപ്പം കൂടെ കൺകാറ്റ് ചെയ്തിട്ട് അതിനെയാണ് നമ്മൾ പിന്നെ ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അത് അതിനെക്കുറിച്ച് ട്രൈ ഔട്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ഹിന്റ് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ട്രൈ ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം ഓർമ്മ വരും. അപ്പം കുറച്ചുകൂടി എളുപ്പമായിരിക്കും മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, എനിവേ ഇവിടെ നമ്മൾ കൺകാറ്റിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്ട്രിങ്ങുകളുണ്ട്. ഇതിനെ രണ്ടാമത്തിനെയും കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ ഔട്ട്പുട്ട് ആയിട്ട് പ്രിന്റ് ചെയ്യാം. ഓക്കെ, സോ ഇതിന്റെ ഒരു മെത്തേഡ് എങ്ങനെയാണ്? ആക്ച്വലി സ്ട്രിങ് 1ന്റെ ഒപ്പമാണ് 2നെ കൺകാറ്റിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെ കൺകാറ്റിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു സ്പേസിങ് ആഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ സ്ട്രിങ് 1 ഡോട്ട് കൺകാറ്റിനേറ്റ് സ്ട്രിങ് 2 എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും കൂടെ ഒട്ടി ഇങ്ങനെ വരും, രണ്ടും ചേർന്നിട്ട് വരും. ഓക്കെ, അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഒരു സ്പേസിങ്, അതിന്റെ ഇൻ ബിറ്റ്വീൻ സ്പേസിങ് ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇൻ ബിറ്റ്വീൻ ഇവിടെ ഒരു സ്പേസിങ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് ഇവിടെ സ്പേസ് ഇല്ലാതെ, വൈറ്റ് സ്പേസ് ഇല്ലാതെ രണ്ടും ചേർന്ന് വരും, ഹലോ വേൾഡ് എന്ന് പറഞ്ഞു വരും. ഓക്കെ, സോ അത്തരം സാഹചര്യം നമുക്ക് സ്പേസ് ഇടണമെങ്കിൽ ഇങ്ങനെ ഒരു ഡബിൾ കോട്ട്സ് ഇട്ടോ ഇല്ലെങ്കിൽ സിംഗിൾ കോട്ട് ഇട്ടിട്ടോ അതിന്റെ ഇടയിൽ ഒരു വൈറ്റ് സ്പേസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്ട്രിങ് കൺകാറ്റിനേറ്റ് ഏത് സ്ട്രിങ്ങിന്റെ കൂട്ടത്തിലാണോ കൂട്ടിച്ചേർക്കേണ്ടത് അതിന്റെ കൂട്ടത്തിൽ അതും കൂടെ സ്ട്രിങ് ഇട്ട് നോക്കാം. ഓക്കെ, സോ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പം ഞാനിവിടെ സ്ട്രിങ് 1 ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഹലോ എന്ന് പറഞ്ഞ് കൊടുക്കുവാണ്. അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒരു സ്ട്രിങ്ങും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിന് നെയിം 2 എന്ന് പറഞ്ഞു കൊടുക്കണം. str2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ വേൾഡ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. വേൾഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ എന്നിട്ട് ഇവിടെ ഔട്ട്പുട്ട് വരുമ്പോൾ നമ്മൾ സ്ട്രിങ് 1 ഡോട്ട് കൺകാറ്റിനേറ്റ് എന്നാണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് സ്ട്രിങ് 2 ഡോട്ട് കൺകാറ്റിനേറ്റ് എന്ന് കൊടുക്കാം. സ്ട്രിങ് 2 ഡോട്ട് കൺകാറ്റിനേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? അതായത് സ്ട്രിങ് 2 ഡോട്ട് കൺകാറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വേൾഡ് എന്നിട്ടിട്ട് ഹലോ എന്ന് പറഞ്ഞു വരും. ഓക്കെ, അതിന്റെ നമ്മൾ ഏത് ഓർഡറിലാണോ കൊടുക്കുന്നത് അതുപോലെയാണ്. നമുക്ക് രണ്ടും ഒന്ന് കൊടുത്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ സ്ട്രിങ് 1 ഡോട്ട് ഓക്കെ ഇവിടെ കൺകാറ്റ് എന്ന് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിന്റെ അകത്ത് പ്ലേസ് ഇട്ടിട്ട് ഏതാണോ കൺകാറ്റ് ചെയ്യേണ്ടത്, ഇതിന്റെ കൂട്ടത്തിൽ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ എനിക്ക് ഇവിടെ ഇട്ട് കൊടുക്കുന്നത് സ്ട്രിങ് 2 ആണ്. ഓക്കെ, സ്ട്രിങ് 2 എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ സ്പേസിംഗ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് നമുക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം ഔട്ട്പുട്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹലോ വേൾഡ് എന്ന് പറഞ്ഞ സാധനം ഒരുമിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ ഒരു സ്പേസിംഗ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡബിൾ കോട്ട്സോ സിംഗിൾ കോട്ടോ എന്തെങ്കിലും ഇട്ടതിന് ശേഷം ഒരു കോമ ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിന്റെ ഇടയിൽ ഒരു സ്പേസിംഗ് ആഡ് ചെയ്യാം. എങ്ങനെ സ്പേസിംഗ് ആഡ് ചെയ്തിട്ട് നമ്മൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സാധനം കൺകാറ്റ് ആവുന്നതാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരികയാണ്. ഇതിന്റെ കൂടെ 3 വേരിയബിൾ, ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ ഒരു കോമ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇവിടെ ഒരു കണ്ടന്റ് കൂടെ ആഡ് ചെയ്യാനാണ്. ഓക്കെ, ഇതിന്റെ അകത്ത് ഞാൻ മാസ്റ്റർ എന്ന് കൊടുക്കുവാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ ജസ്റ്റ് സേവ് ചെയ്തിട്ട് ഒന്നും കൂടെ റൺ ചെയ്യുവാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹലോ മാസ്റ്റർ വേൾഡ് എന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ഹോംവർക്ക് തരികയാണ്. ഇതിന്റെ ഇടയിൽ ഒരു സ്പേസിംഗ് ആഡ് ചെയ്യുക. അതായത് ഹലോയുടെയും മാസ്റ്ററിന്റെ ഇടയിൽ ഒരു സ്പേസിംഗ് ആഡ് ചെയ്യാം. ഇനി സ്ട്രിങ് 2 ഡോട്ട് കൺകാറ്റിനേഷൻ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് ഇവിടെ സ്ട്രിങ് 2 കൊടുക്കുക, എന്നിട്ട് ഇവിടെ സ്ട്രിങ് 1 കൊടുക്കുക. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി വേറൊരു സ്ട്രിങ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് കൺകാറ്റ് ചെയ്യാൻ പറ്റും. അതും കൂടെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഞാൻ ഇതുവരെ കാണിച്ചു തന്നിട്ടില്ല, എങ്കിലും സ്വന്തമായിട്ടൊന്ന് ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, എനിവേ ഇതാണ് കൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞ സ്ട്രിങ് മെത്തേഡ്. ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡുമാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്ട്രിങ് മെത്തേഡ് എന്ന് പറയുന്നത് എൻഡ്സ് വിത്ത് എന്ന് പറഞ്ഞ സ്ട്രിങ് മെത്തേഡാണ്. ഇത് എന്തിനാണെന്ന് ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു പെർട്ടിക്കുലർ സ്ട്രിങ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്ട്രിങ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വാല്യൂസിന്റെ ഉള്ളിലാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് എൻഡ്സ് വിത്ത് എന്ന് പറഞ്ഞ സ്ട്രിങ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കുള്ളൂ. ചെക്ക് ഇഫ് എ സ്ട്രിങ് എൻഡ് വിത്ത് എ സ്പെസിഫൈഡ് സബ് സ്ട്രിങ് ആൻഡ് റിട്ടേൺസ് ട്രൂ ഓർ ഫാൾസ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ട്പുട്ട് വരുന്നത് ബൂളിയൻ വാല്യൂസിലായിരിക്കും, അതായത് ഐദർ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് IO എന്ന് മാത്രമല്ല ഈ കംപ്ലീറ്റ് വേർഡും ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ELLO എന്ന് വേണമെങ്കിൽ കൊടുത്തു നോക്കാം. അത് ഇത് ചെക്ക് ചെയ്യുന്ന പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ഒരു സ്ട്രിങ് അവസാനിക്കുന്നത് ഈ ഒരു വേർഡിലാണോ എന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് O എന്ന് മാത്രമാണെങ്കിൽ കൊടുത്തു നോക്കാം. സോ ഇതൊക്കെ സാധാരണ ഇതിന്റെ ഒരു അപ്ലിക്കേഷൻ പറയുവാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കി വെക്കുമെന്ന് നോക്കാം. ഓക്കെ,
സോ പ്രോഡക്റ്റ് കീയുടെ വാലിഡിറ്റി ചെക്ക് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ കുറെ ടെക്നിക്കാണ് ഈ സാധാരണ യൂസ് ചെയ്യുന്നത്. അതിൽ അവസാനിക്കുന്നത് ഈ ഒരു ഇത് കൊണ്ടായിരിക്കണം, അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ വാല്യൂ കൊണ്ടായിരിക്കണം. അത്തരം കാര്യങ്ങളൊക്കെയാണ് സാധാരണ പ്രൊഡക്റ്റ് കീയുടെ വാലിഡിറ്റി ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഇത് അവസാനിക്കുന്ന ഈ ഒരു കാര്യത്തിൽ. അതുപോലെ തന്നെ നമ്മളിപ്പം ഫോൺ നമ്പർ കൊടുക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് വിത്ത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് 91 ആഡ് ചെയ്യുന്നെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ അതും എൻസ് വിത്ത് എന്ന് പറഞ്ഞൊരു സ്ട്രിംഗ് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ അതിന് വേറെ സ്ട്രിംഗ് മെത്തേഡാണ്. ഇതിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സ്ട്രിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്ന ഇതുകൊണ്ടാണോ എന്ന് മാത്രം ചെക്ക് ചെയ്യാനായിട്ടാണ്. ഓക്കെ, സോ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്ട്രിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഫ്രം ക്യാരക്ടർ കോഡ് എന്ന് പറഞ്ഞ ഒരു സ്ട്രിംഗ് മെത്തേഡാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫ്രം ക്യാരക്ടർ കോഡ് എന്ന് പറഞ്ഞ സ്ട്രിംഗ് മെത്തേഡ്. ഓക്കെ, സോ ഈ ഒരു മെത്തേഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ക്യാരക്ടർ കോഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളൊരു സ്ട്രിംഗ് മെത്തേഡിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ക്യാരക്ടർ കോഡ് അറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രിംഗ് മെത്തേഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ക്യാരക്ടർ കോഡ് അറ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ ഉണ്ട്. ഇവിടെ നമ്മൾ എച്ചിന്റെ ക്യാരക്ടർ കോഡ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഓരോ ക്യാരക്ടറിന്റെയും കോഡ് കണ്ടുപിടിക്കാനുള്ള സ്ട്രിംഗ് മെത്തേഡിനെ കുറിച്ച് നമുക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ക്യാരക്ടർ കോഡ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പെർട്ടിക്കുലർ വേർഡ് എന്താണോ, ക്യാരക്ടർ എന്താണോ, അത് പ്രിന്റ് ചെയ്യാനായിട്ടുള്ള സ്ട്രിംഗ് മെത്തേഡാണ് ഫ്രം ക്യാരക്ടർ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതും അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ക്രിപ്റ്റോഗ്രഫിയിലാണ്. നിങ്ങൾക്കിത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യാം. ഇതുപോലത്തെ ABCD പോലത്തെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്പേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇതിൽ ചില മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്തിട്ട് അങ്ങനെ ക്രിപ്റ്റോഗ്രഫിക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം 72ന്റെ കൂടെ ഏതെങ്കിലും പെർട്ടിക്കുലർ നമ്പർ 5 ഇല്ലെങ്കിൽ ഓരോ നമ്പറിന്റെ 5, 10, 15 അങ്ങനെ നമ്പർ ആഡ് ചെയ്ത് വിടുന്നു. അപ്പൊ നമുക്ക് ചെയ്യുമ്പോൾ അത് ആ ഒരു ഒറിജിനൽ കോഡ് എൻക്രിപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ എൻക്രിപ്റ്റ് ചെയ്ത കോഡ് നമ്മൾ എന്ത് കോഡ് ഉപയോഗിച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പം 72ന്റെ കൂടെ 5 കൂടെ ആഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ 101ന്റെ കൂടെ 10 ആഡ് ചെയ്യുന്നു, 108ന്റെ കൂടെ 15 ആഡ് ചെയ്യുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു എൻക്രിപ്ഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഹലോ എന്നായിരിക്കില്ല റിസൾട്ട് വരുന്നത്. അപ്പം നമ്മൾ ഇതിന്റെ എൻക്രിപ്ഷൻ എന്ത് തരത്തിലുള്ള എൻക്രിപ്ഷൻ ആൽഗോരിതമാണ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഹാക്കേഴ്സിന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, സോ അത് നമ്മൾ പേഴ്സണലായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അതായത് പബ്ലിക് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒറിജിനൽ മെസ്സേജ് റിട്രീവ് ചെയ്യാനായിട്ട് കുറച്ച് പാടായിരിക്കും. ഇപ്പൊ നമ്മൾ ഓൺലൈൻ പേയ്മെന്റ് സിസ്റ്റത്തിലൊക്കെ ഇതുപോലത്തെ എൻക്രിപ്ഷൻ മെത്തേഡ്സ് ഒക്കെ നമ്മൾ ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഫ്രം ക്യാരക്ടർ കോഡ് പോലത്തെ ഈ ഒരു മെത്തേഡൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എൻക്രിപ്ഷനിലാണ്, അല്ലെങ്കിൽ ക്രിപ്റ്റോഗ്രഫിയിലാണ്. ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹലോ എന്ന് കൊടുത്തിരിക്കുന്ന ഒരു പ്ലെയിൻ ടെസ്റ്റ് ആണ്. ഇതിനെ വേറൊരു ടെക്സ്റ്റ് ആക്കി മാറ്റുക. അത് ചില പ്രോസസ്, ചില മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഹലോ എന്ന് പറഞ്ഞ മെസ്സേജിനെ വേറെ എന്തെങ്കിലും ഒരു മെസ്സേജ് ആക്കി മാറ്റുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ഇരിക്കുന്ന ഒരു ഹാക്കേഴ്സിന് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതുപോലെ അതിനാണ് സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ ക്രിപ്റ്റോഗ്രഫിക്ക് AES ആൽഗോരിതം, DS ആൽഗോരിതം, അതുപോലെ തന്നെ ഡിഫി-ഗെൽമാൻ ആൽഗോരിതം, അങ്ങനത്തെ ഒരുപാട് ആൽഗോരിതംസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കീ എക്സ്ചേഞ്ചിനൊക്കെ യൂസ് ചെയ്യുന്ന ആൽഗോരിതംസ് ആണ്. ഓക്കെ, സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള മെത്തേഡുകളൊക്കെ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ആൽഗോരിതംസിലാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ക്രിപ്റ്റോഗ്രഫിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഈ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും യൂണിക്കോഡ് ക്യാരക്ടറാണ്. അതായത് ഓരോ യൂണിക്കോഡ് ക്യാരക്ടേഴ്സിനും അതിൻ്റെതായ ഒരു സ്പെസിഫിക് നമ്പർ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ആ ഒരു നമ്പർ ഉപയോഗിച്ചിട്ടുണ്ട് നമുക്ക് ഏത് ക്യാരക്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, യൂണിക്കോഡ് ക്യാരക്ടറിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് സാധാരണ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഹെക്സാ ഡെസിമലോ അല്ലെങ്കിൽ ഡെസിമലൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും. അതല്ലെങ്കിൽ ഇതുപോലെ നോർമൽ നമ്പേഴ്സിലും റെപ്രസെന്റ് ചെയ്തായിരിക്കും. ഓക്കെ, ഇനി യൂണിക്കോഡ് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിക്കോഡ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് യൂണിക്കോഡ് ഫോൺസ് ഉണ്ട്, അതുപോലെ ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാ സിസ്റ്റത്തിലും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ പുതിയതായിട്ട് ഒരു ഫോണ്ട് ഉണ്ടാക്കുകയാണ്. ഓക്കെ, ആ ഫോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുതിയതായിട്ട് ഇപ്പൊ ഇന്നോ നാളെയോ ഞാൻ ഒരു പുതിയ ഫോണ്ട് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക, അത് എന്റെ സിസ്റ്റത്തിൽ മാത്രമേ റൺ ആകത്തുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഫോണ്ടുകളൊക്കെ വേറൊരു സിസ്റ്റത്തിൽ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഫോണ്ട് ഡൗൺലോഡ് ചെയ്യണം. അതല്ലെങ്കിൽ നമ്മൾ വെബ്സൈറ്റിലൊക്കെ ആണെങ്കിൽ നമ്മൾ CSSലൊക്കെ പഠിച്ച പോലെ ഫോണ്ട് ഇമ്പോർട്ട് ചെയ്യണം. നമ്മൾ ഗൂഗിൾ ഫോംസിനെയൊക്കെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ എന്തുകൊണ്ടാണ് ഗൂഗിൾ ഫോണ്ടിൽ ലിങ്ക് കോപ്പി ചെയ്ത് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിസ്റ്റത്തിൽ അങ്ങനെ ഒരു ഫോണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അതിന്റെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്തിട്ട് ആ ഫോണ്ട് എടുത്ത് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഫോണ്ട്, ഞാനിപ്പോൾ ഒരു ഫോണ്ട് ഡിസൈൻ ചെയ്താലും ഇതുപോലെ തന്നെ ആയിരിക്കും. അതിന്റെ ആ ഫോണ്ട് എന്ന് പറഞ്ഞ എല്ലാ സിസ്റ്റത്തിലും ഉണ്ടായിരിക്കില്ല. ഓക്കെ, പക്ഷെ യൂണിക്കോഡ് വാല്യൂസ് അല്ലെങ്കിൽ യൂണിക്കോഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് എല്ലാത്തിലും ഉണ്ടായിരിക്കും, എല്ലാ സിസ്റ്റത്തിലും ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ചില ഫോണ്ട്, ഇപ്പൊ കാലിബറി, അതുപോലെ തന്നെ ടൈംസ് ന്യൂ റോമൻ, അത്തരത്തിലുള്ള ഫോണ്ടുകളൊക്കെ യൂണിവേഴ്സൽ ഫോണ്ടാണ്, എല്ലാ സിസ്റ്റത്തിലും ഉണ്ടായിരിക്കും. ഇനി ഈ ഫോണ്ടിന്, അതായത് ഇപ്പൊ ഞാൻ A എന്ന് എഴുതി കഴിഞ്ഞാൽ
അത് എ ആണെന്ന് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? ഇപ്പൊ ഞാനിവിടെ എന്തെങ്കിലും ഒരു വേർഡ് കൊടുക്കണം. ഇപ്പൊ എച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എച്ച് കാണാൻ സാധിക്കും. ഇത് എച്ച് ആണെന്ന് എങ്ങനെയാണ് ഐഡന്റിഫൈഡ് ചെയ്യുന്നത്? ഇപ്പൊ ഞാനൊരു പുതിയ ഫോണ്ട് ഉണ്ടാക്കി. ഓക്കെ, ഞാൻ പുതിയ ഫോണ്ട് ഉണ്ടാക്കി. ഈ ഫോണ്ട് എച്ച്, അതായത് ഞാൻ ഇപ്പൊ എച്ച് എഴുതുമ്പോൾ ഇതിങ്ങനെ പ്രത്യേക സ്റ്റൈലിലേക്ക് ആയിട്ട് ഇതുപോലെയൊക്കെ എച്ച് എഴുതി എന്ന് വിചാരിക്കുക. ഇങ്ങനെയൊക്കെ എഴുതി വെക്കുക. അപ്പൊ ഇവിടെ നമുക്ക് നോർമലായിട്ട് കണ്ടു കഴിഞ്ഞാൽ 2 7 ഒക്കെ എഴുതി വെച്ച പോലെ നമുക്ക് തോന്നും. ഓക്കെ, സോ ഇങ്ങനത്തെ അല്ലെങ്കിൽ കേഴ്സീവ് ആയിട്ട് ഞാനൊരു പുതിയ ഫോണ്ട് ഉണ്ടാക്കി. അപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന വാല്യൂ എച്ച് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് ഞാൻ ഇതിൽ ഏത് ഡിസൈനിൽ ഫോണ്ട് ഉണ്ടാക്കിയാലും, ഇതുപോലത്തെ എച്ച് ഉണ്ടാക്കി വെച്ചാലും അതുപോലെ തന്നെ ഇങ്ങനത്തെ എച്ച് ഉണ്ടാക്കി വെച്ചാലും ഇതിന് ഒരു ക്യാരക്ടർ വാല്യൂ കൊടുത്തിട്ടുണ്ട്. ആ ക്യാരക്ടർ വാല്യൂ ആണ് യൂണിക്കോഡ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, യൂണിക്കോഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ എച്ചിന് 72 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കും. ഈ എച്ച് ആണെങ്കിലും 72 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കും. ഓക്കെ, അപ്പൊ ഇൻ കേസ് ഈ ഒരു ഫോണ്ട് ആബ്സെന്റ് ആണെങ്കിൽ പോലും ഞാൻ എച്ച് ആണ് ഉദ്ദേശിച്ച് ഇരിക്കുന്നത് എന്ന് 72 വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിനാണ് യൂണിക്കോഡ് വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എല്ലാ ഫോണ്ടുകളും എടുത്ത് നോക്കിയപ്പോൾ കാൽബറി, ടൈംസ് ന്യൂ റോമൻ, ഇതിലൊക്കെ എച്ച് എന്ന വാല്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇതിനെ വേറൊരു ഫോണ്ടായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ, അപ്പോൾ നമ്മൾ ആൾറെഡി കാൽബറിയിലാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതിനെ ടൈംസ് ന്യൂ റോമൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതിന് വേറെ ഡിഫറെന്റ് ലാംഗ്വേജ് അല്ല, സെയിം ലാംഗ്വേജ് ആണ് അല്ലേ? അപ്പം ആ ഒരു സെയിം ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ എച്ച് എന്ന് പറഞ്ഞ നമ്പറിന് യൂണിവേഴ്സൽ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു വാല്യൂ ആണ് 72 എന്നുള്ളത്. യൂണിക്കോഡിന്റെ വാല്യൂ ആണ് 72 എന്നുള്ളത് അല്ലേ? ഓക്കെ, സോ ഇങ്ങനെ ഈ 72 വാല്യൂ പിന്നെ നമ്മൾ മലയാളത്തിൽ ആ എന്നൊരു പറഞ്ഞ അക്ഷരം ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് 72 എന്ന് പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു ഫോണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എച്ച് ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ ഇതുപോലെയാണ് യൂണിക്കോഡ് ക്യാരക്ടേഴ്സ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. യൂണിക്കോഡ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് കൊടുത്തിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓരോ ലെറ്ററിനും ഒരു പെർട്ടിക്കുലർ നമ്പർ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ നമ്പർ വെച്ചിട്ട് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ലെറ്ററിനെ കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെ ക്യാരക്ടറിനെ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ യൂണിക്കോഡ് ആയിട്ടുള്ള ക്യാരക്ടർ കോഡുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പം എച്ചിന്റെ യൂണിക്കോഡ് എന്ന് പറഞ്ഞാൽ 72 ആണ്. എച്ച് എന്ന് പറഞ്ഞാൽ ഏത് ഫോണ്ടിലുള്ള എച്ച് ആണെങ്കിലും, ഏത് ഫോണ്ടിലും, ഇപ്പം കാൽബറി ആണെങ്കിലും അതുപോലെ മോൺസ്റ്ററേറ്റ് എന്ന് പറഞ്ഞ ഫോണ്ട് ആണെങ്കിലും, ടൈംസ് ന്യൂ റോമൻ ആണെങ്കിലും, ബിഗ് ജോൺ ആണെങ്കിലും ഒരുപാട് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫോണ്ട് നമുക്ക് അവൈലബിൾ ഉണ്ട്. ഈ ഫോണ്ടിൽ എല്ലാത്തിലും തന്നെ എച്ച് എന്ന് പറഞ്ഞതിന്റെ യൂണിക്കോഡ് വാല്യൂ എന്ന് പറഞ്ഞത് 72 ആയിരിക്കും. അത് മാറത്തേയില്ല. അതുകൊണ്ടാണ് അത് എച്ച് എന്ന് പറഞ്ഞ വാല്യൂ അതിന് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഏത് ഫോണ്ടിലേക്ക് മാറ്റി കഴിഞ്ഞാലും അതിന്റെ ലോജിക്കൽ സൈഡിൽ കൊടുത്തിരിക്കുന്ന നമ്പർ 72 ആയതുകൊണ്ട് ഏത് ഫോണിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും 72 തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ എച്ച് തന്നെ ആയിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, സോ ഇങ്ങനെ കുറച്ച് യൂണിക്കോഡ് ക്യാരക്ടേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ യൂണിക്കോഡ് ക്യാരക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഫോണ്ട് കണ്ടുപിടിക്കാൻ പറ്റും, അതല്ലെങ്കിൽ ഏതൊരു ലെറ്റേഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ലെറ്റേഴ്സ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഫ്രം ക്യാരക്ടർ കോഡ് എന്ന് പറഞ്ഞ മെത്തേഡ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നുള്ളൂ. എന്തെങ്കിലും ഇതുപോലെ കുറച്ച് ക്യാരക്ടർ കോഡുകൾ കൊടുക്കാം. നമുക്ക് ക്യാരക്ടർ കോഴ്സ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പഠിച്ച ക്യാരക്ടർ കോഡ് അറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് എല്ലാത്തിന്റെയും ക്യാരക്ടർ കോഡുകൾ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഇതുപോലെ എല്ലാത്തിന്റെയും ക്യാരക്ടർ കോഡുകൾ കണ്ടുപിടിക്കുക. അതിനുശേഷം നിങ്ങൾ സ്വന്തമായിട്ട് ഫ്രം ക്യാരക്ടർ കോഡ് എന്ന് പറഞ്ഞ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് കുറച്ച് ക്യാരക്ടർ കോഡുകൾ കൊടുത്തു നോക്കിയിട്ട് അതിന് എന്താണ് ഔട്ട്പുട്ട് വരുന്നത് എന്ന് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കാം. നമ്മൾ നേരത്തെ വീഡിയോയിൽ പഠിച്ചതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡിനെ കുറിച്ചിട്ടാണ്. ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞ മെത്തേഡ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതായത് ഈ സെക്ഷനിൽ തന്നെ എൻഡിങ് വിത്ത് എന്ന് പറഞ്ഞ ഒരു മെത്തേഡിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. എൻഡ്സ് വിത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് HLLO എന്ന് കൊടുത്തിട്ട് LO എന്നാണോ എൻഡ് ചെയ്യുന്നത്, അതായത് അവസാനിക്കുന്നത് ഈ ഒരു പെർട്ടിക്കുലർ വേർഡ് ഉപയോഗിച്ചിട്ടാണോ എന്ന് നോക്കാനായിട്ടാണ് എൻഡ്സ് വിത്ത് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പം ഈ ഒരു പെർട്ടിക്കുലർ വേർഡ് കൊണ്ടാണ് ഇവിടെ എൻഡ്സ് മെത്തേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും IO എന്ന് പറഞ്ഞൊരു വേർഡ് വെച്ചിട്ടാണ് ഇവിടെ എൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് റിസൾട്ട് ട്രൂ എന്നായിരിക്കും വരുന്നത്. ഓക്കെ, സോ ഇത് IO എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നത് റിസൾട്ട് ട്രൂ എന്ന് പറഞ്ഞു വരും. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഇൻക്ലൂഡ് ആയിട്ടുണ്ടോ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ELL എന്ന് പറഞ്ഞത് ഇൻക്ലൂഡ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് ഡോട്ട് ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞ ഈ ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഇത് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ സാധാരണ നമ്മൾ ഒരു വെബ്സൈറ്റിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഇമെയിൽ ഐ ഡി ചോദിക്കും. ഇമെയിൽ ഐ ഡി ചോദിക്കുമ്പോൾ ചില യൂസേഴ്സ് വെറുതെ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി ഉപയോഗിക്കുമ്പോൾ അവരുടെ നെയിം മാത്രം എഴുതി വെക്കും. ഓക്കെ, സോ അത് ആക്ച്വലി ഇമെയിൽ ഐ ഡി ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞ ഈ ഒരു മെത്തേഡ്. ഓക്കെ,
സോ ഈ ELLന്റെ സ്ഥാനത്ത് @gmail.com അല്ലെങ്കിൽ @yahoo.com അല്ലെങ്കിൽ @MSN എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതിൻ്റെ അകത്ത് എവിടെയെങ്കിലും @yahoo.com എന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ സിമ്പിൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ആ ഒരു ഇപ്പൊ ഈ ഒരു സിമ്പിൾ മാത്രം ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്കത് ഇമെയിൽ ആണെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വേണമെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ആൽഗോരിതംസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞ മെത്തേഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ കൊടുത്തിരിക്കുന്ന ആ സ്ട്രിങ്ങിൽ ഈ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ സെറ്റുകൾ, അതായത് ELL അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാരക്ടർ സെറ്റുകൾ ഈ ഒരു സ്ട്രിങ്ങിൽ ഉണ്ടോ, പ്രസന്റ് ആണോ ആബ്സെന്റ് ആണോ എന്നറിയാനായിട്ടാണ് ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഇൻക്ലൂഡ്സ് മെത്തേഡ് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇൻഡെക്സ് ഓഫ് എന്ന് പറഞ്ഞ മെത്തേഡിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പം ഇൻഡെക്സ് ഓഫ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏതൊരു ക്യാരക്ടർ സെറ്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, അതായത് സ്ട്രിങ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ് ആണ്, സെറ്റ് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നതിനാണ് സ്ട്രിങ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ഏതൊരു ക്യാരക്ടർ സെറ്റ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിന് ഒരു പെർട്ടിക്കുലർ ഇൻഡെക്സ് നമ്പർ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞത് സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ മുതലാണ്, അതായത് ഈ ഒരു മെത്തേഡിലാണ് പോകുന്നത്. ഓക്കെ, അതായത് ഇപ്പം Hന്റെ ഇൻഡെക്സ് നമ്പർ 0 ആണ്, അതുപോലെ ഇയുടെ ഇൻഡെക്സ് നമ്പർ 1 ആണ്, ELന്റെ എന്താണ് 2 ആണ്, ഇവിടെ 3 ആണ്, അതുപോലെ തന്നെ ആദ്യത്തെ ഓടെ എന്താണ് 4 ആണ്. ഓക്കെ, അതുകൊണ്ട് ഇൻഡെക്സ് ഓഫ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇൻഡെക്സ് ഓഫ് O എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം O എവിടെയാണോ വന്നിരിക്കുന്നത് അതിന്റെ ഇൻഡെക്സ് ആയിരിക്കും നമുക്ക് റിട്ടേൺ ആയിട്ട് വരുന്നത്, അതായത് റിട്ടേൺ 4 എന്ന് പറഞ്ഞു ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് തന്നെ ട്രൈ ചെയ്ത് നോക്കാന്നുള്ള ഒരു സ്ട്രിങ്ങിന്റെ നെയിം എന്താണ് കൊടുക്കുക, console.outന്റെ അടുത്ത് string.index of എന്ന് പറഞ്ഞു കൊടുക്കുക, അതിന്റെ അകത്ത് O എന്ന് പറഞ്ഞാൽ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് E എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ആയിരിക്കും വരുന്നത്, നമുക്ക് 1 ആയിരിക്കും വരുന്നത്, ഇവിടെ 1 എന്ന് പറഞ്ഞു വരും. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്യാവുന്നുള്ളൂ. ഓക്കെ, ഇനി പലർക്കുള്ള സംശയമാണ് ഇപ്പൊ ഈ ഓയുടെ ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിക്കുക. ഓക്കെ, ഈ ഓയുടെ ഇൻഡെക്സ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് എന്ന് പറയുന്ന മെത്തേഡ്. ഓക്കെ, ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് എന്ന് പറഞ്ഞ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഈ ഒരു ഡയറക്ഷനിലാണ് പോയതെങ്കിൽ, അതായത് തുടക്കത്തിൽ നിന്ന് എൻഡിങ്ങിലേക്കാണ് പോയതെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇങ്ങോട്ടാണ് പോയത്, ഈ വീഡിയോയിൽ നേരെ തിരിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. ഓക്കെ, ഈ ഒരു സെക്ഷനിൽ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്, അതായത് അവസാനത്തിൽ നിന്ന് ആദ്യത്തേലേക്ക്. ഓക്കെ, സോ ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കുന്നത് ഇതിന്റെ അവസാനത്തെ ലാസ്റ്റ് ഒക്വറൻസ് ഓഫ് എ സ്ട്രിങ് എന്ന് പറഞ്ഞത് ഇതാണോ, ലാസ്റ്റ് ഒക്വറൻസ് ഓഫ് സ്പെസിഫൈഡ് സബ് സ്ട്രിങ് ഇൻ എ സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതായത് ഈ O എവിടെയാണ് അവസാനം ഒക്വയർ ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ അവസാനം നമുക്ക് വരുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ O എന്ന് പറഞ്ഞാൽ 7ാമത്തെ ഇൻഡെക്സിലാണ് വരുന്നത്, അതായത് 0 1 2 3 4 5 6 7. ഓക്കെ, ഇവിടെ വൈറ്റ് സ്പേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതിനെയും ഇൻഡെക്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. അത് വൈറ്റ് സ്പേസ് എന്ന് പറഞ്ഞതും ആക്ച്വലി ഒരു ക്യാരക്ടർ ആണ്. ഇവിടെ ക്യാരക്ടറിന്റെ ആബ്സെൻസ് അല്ല, വൈറ്റ് സ്പേസ് എന്ന് പറയുന്നതും ക്യാരക്ടർ ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, എല്ലാ ലാംഗ്വേജിലും ഇങ്ങനെ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. പക്ഷെ സ്ട്രിങ്ങിന്റെ ഇടയിൽ വരുന്ന വൈറ്റ് സ്പേസ് എന്ന് പറയുന്നത് ലാംഗ്വേജ് ഒരു ക്യാരക്ടർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ നമ്മളിപ്പം ഈ സ്ട്രിങ്ങിന്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ ST എന്നിട്ടിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എറർ ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഇടയിൽ, അതായത് പ്രോഗ്രാം എഴുതുന്നതിന്റെ ഇടയിൽ വൈറ്റ് സ്പേസ് ക്യാരക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യത്തില്ല. പക്ഷെ നമ്മൾ ക്യാരക്ടർ, അതായത് ഡബിൾ ഇൻവേർട്ടഡ് കോമയോ അതല്ലെങ്കിൽ സിംഗിൾ കോട്ട്സോ ഡബിൾ കോട്ട്സോ ഇതിന്റെ അകത്ത് ഏതിന്റെ അകത്ത് നമ്മൾ വൈറ്റ് സ്പേസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ ഒരു ക്യാരക്ടർ ആയിട്ടായിരിക്കും ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഇൻഡെക്സ് നമ്പർ 6 ഇതിന്റെ ഇൻഡെക്സ് നമ്പർ 5 ആയിരിക്കും, ഈ വൈറ്റ് സ്പേസിന്റെ ഇൻഡെക്സ് നമ്പർ 5 ആയിരിക്കും, Wയുടെ ഇൻഡെക്സ് നമ്പർ 6 ആയിരിക്കും, അതുപോലെ തന്നെ Oയുടെ ഇൻഡെക്സ് നമ്പർ 7 ആയിരിക്കും. ഓക്കെ, 0 1 2 3 4 5 6 7. ഓക്കെ, 7ാമത്തെ നമ്പറിലാണ് ആക്ച്വലി O ഇരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് എന്ന് പറഞ്ഞ സ്ട്രിംഗ് മെത്തേഡ്. ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാച്ച് ഇൻഡെക്സ് ആണ്. ഓക്കെ, മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇതിന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന എന്ന് പറഞ്ഞത് ഇതൊരു റെഗുലർ എക്സ്പ്രഷൻ ആണ്. ഓക്കെ, അതായത് ഇതിന്റെ അകത്ത് സ്ട്രിംഗ് മാച്ച്, അതായത് ഈ ഒരു പെർട്ടിക്കുലർ 0 ഇതിന്റെ അകത്ത് മാച്ച് ആയിട്ടുണ്ടോ വരുന്നുണ്ടോ, 0 അല്ല O ആണ്. അപ്പം ഇതിന്റെ അകത്ത് ആക്ച്വലി റെഗുലർ എക്സ്പ്രഷനെ കുറിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. റെഗുലർ എക്സ്പ്രഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് റെഗുലർ എക്സ്പ്രഷൻ സാധാരണ എന്ത് ചെയ്യുന്ന കമ്പൈലർ ഡിസൈൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുമ്പം നമ്മൾ റിജക്ട്സ് യൂസ് ചെയ്യാറുണ്ട്, റെഗുലർ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാറുണ്ട്. എന്തിനാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ
ഇപ്പൊ നമുക്ക് ഒരു നമ്പേഴ്സ് ഒരു വെബ്സൈറ്റിൽ കുറെ ക്യാരക്ടേഴ്സ് കുറെ ആൾക്കാരുടെ പേരും അതുപോലെ തന്നെ ആ വ്യക്തികളുടെ നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ പല നമ്പേഴ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് +90 വെച്ചിട്ടായിരിക്കും. നമ്മുടെ ഇന്ത്യൻ നമ്പറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് +90 വെച്ചിട്ടായിരിക്കും. ഓക്കെ, സോ റെഗുലർ എക്സ്പ്രഷൻസ് വെച്ചിട്ട് നമുക്ക് 91 സ്റ്റാർട്ട് ചെയ്യുന്നതും ശേഷം വരുന്ന കിടക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, നമ്പേഴ്സ് മാത്രമായിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ. ഓക്കെ, സോ റെഗുലർ എക്സ്പ്രഷനെ കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് അത് മനസ്സിലായിരിക്കും. മാച്ച് മെത്തേഡ് എന്ന് പറയുന്നത് സ്ട്രിംഗ് മെത്തേഡ് ആണ്. ഈ സ്ട്രിംഗ് മെത്തേഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു സ്പെസിഫിക് പാറ്റേൺ ഇതിൻ്റെ അകത്ത് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സാധാരണ ഈ മാച്ച് മെത്തേഡ് ഉപയോഗിക്കുന്നത് നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് കീ ഒക്കെ കൊടുത്തു കഴിയുമ്പം, ഇതിപ്പോൾ ആക്ടിവേഷൻ കീ ഒക്കെ കൊടുത്തു കഴിയുമ്പം അതിൻ്റെ അകത്ത് സ്പെസിഫിക് പാറ്റേൺ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ സ്ട്രിംഗ് മാച്ച് മെത്തേഡ് ഉപയോഗിക്കും. ഓക്കെ, അങ്ങനെ ഒരു സ്പെസിഫിക് പാറ്റേൺ ഇപ്പം ഉണ്ടെങ്കിൽ, ആ ഒരു സ്പെസിഫിക് പാറ്റേൺ പ്രസന്റ് ആണെങ്കിൽ എന്താ ആയിരിക്കും നമുക്ക് വരുന്നത്? അതിൻ്റെ അകത്ത് നമുക്ക് ട്രൂ എന്ന് പറഞ്ഞ് റിസൾട്ട് വരും. ഓക്കെ, പക്ഷെ ഇവിടെ നമുക്ക് റിസൾട്ട് കൊടുത്തിരിക്കുന്നത് O എന്നാണ്, റിട്ടേൺസ്. അതായത് ഇവിടെ O ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ റെഗുലർ എക്സ്പ്രഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ റെഗുലർ എക്സ്പ്രഷനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതിപ്പോൾ ട്രൈ ചെയ്യേണ്ട. റെഗുലർ എക്സ്പ്രഷനെ കുറിച്ച് ഞാൻ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ അതിനെക്കുറിച്ച് കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതിന്റെ ഇടയിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ആവണമെന്നില്ല. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പാഡ് എൻഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രിംഗ് മെത്തേഡിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ പാഡ് എൻഡ് എന്നുള്ള ഈ ഒരു സ്ട്രിംഗ് മെത്തേഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും HELLO എന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് ടോട്ടൽ 10 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ അവസാനത്തെ ലെറ്റർ വെച്ച് 10 അക്കം ആക്കി മാറ്റും. ഓക്കെ, ആക്ച്വലി HELLO എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെപ്പാടെ 5 അക്കമേ ഉള്ളൂ. എന്നിട്ട് നമുക്കിത് പാഡിങ് ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. പാഡ് എൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ O എന്ന് പറഞ്ഞ ലെറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? HELLO എന്ന് പറഞ്ഞത് ഒരു 5 ക്യാരക്ടർ വരും. അതുപോലെ തന്നെ ബാക്കി 5 ക്യാരക്ടർ CO വെച്ചിട്ട് ഫിൽ ആയിട്ടുണ്ട്. ഓക്കെ, സോ ആ O വെച്ചിട്ട് ഉണ്ടാവും. എന്നിട്ട് അവസാനം 10 ക്യാരക്ടർ തികയ്ക്കും. എങ്ങനെ പോയാലും 10 ക്യാരക്ടർ നമ്മളിവിടെ എന്താണോ കൊടുത്തിരിക്കുന്നത്, ഇവിടെ 10 നമ്മൾ കൊടുത്തിരിക്കുന്നത്, അതിന്റെ ടോട്ടൽ എന്ത് പറഞ്ഞത് 10 ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ 1 2 3 HELLO എന്ന് പറഞ്ഞത് 5 വേർഡ് ഉണ്ട്. ബാക്കി 5 സീറോയും കൂടെ 5 ഓയും കൂടെ ഇവിടെ ഇട്ടിട്ട് എന്താക്കി? അത് ടോട്ടൽ 10 എന്ന് പറഞ്ഞ നമ്പർ ആക്കി. ഓക്കെ, ഇനി പാഡ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അത് തുടക്കത്തിൽ, അതായത് നമ്മൾ O എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ ആ O ആദ്യം വരും. നമ്മളിവിടെ എന്ത് ക്യാരക്ടറാണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ക്യാരക്ടർ തുടക്കത്തിൽ വരും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പാഡ് സ്റ്റാർട്ടിങ്ങിലാണെങ്കിലും പാഡ് എൻഡിങ്ങിലാണെങ്കിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂ, ഇവിടെ O ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ O വെച്ചങ്ങ് ഫില്ല് ചെയ്യും. നമ്മളിവിടെ Z ആണ് കൊടുക്കുന്നതെങ്കിൽ അത് വെച്ചങ്ങ് ഫില്ല് ചെയ്യും. ഇവിടെ നമ്മൾ A ആണ് കൊടുക്കുന്നതെങ്കിൽ അത് വെച്ചങ്ങ് ഫില്ല് ചെയ്യും. അതേപോലെയാണ് പാഡ് സ്റ്റാർട്ടിങ്ങിലും നമ്മൾ ഏത് വാല്യൂ ആണ്, ഇവിടെ O ആണ് കൊടുത്തിരിക്കുന്നതിൽ O വെച്ച് 5 വിടും. ബാക്കിയുള്ള കാര്യം ഈ ഒരു സ്ട്രിംഗ് വെച്ച് ഫില്ല് ചെയ്യും. ആക്ച്വലി ഇത് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യും. ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ക്യാരക്ടേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അതിന്റെ ആ ഒരു നമ്പർ വെച്ചിട്ട് ഇവിടെ 5 ക്യാരക്ടേഴ്സ് നമ്മൾ ആൾറെഡി ഉപയോഗിച്ചിട്ടുണ്ട്. 5 ക്യാരക്ടേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ബാക്കി 5 എണ്ണം കൂടെ O വെച്ച് ഫില്ല് ചെയ്തിട്ട് ബാക്കി 5 നമ്പേഴ്സ് ഇവിടെ ഇട്ട് കൊടുക്കും. ഓക്കെ, സോ ഇതിന്റെ റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിപ്പീറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ട്രിംഗ് മെത്തേഡിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇത് സാധാരണ എന്തെങ്കിലും കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രിംഗ് മെത്തേഡാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും HELLO എന്ന് കൊടുത്തിട്ടുണ്ട്. സ്ട്രിംഗ് ഡോട്ട് റിപ്പീറ്റ് എന്ന് പറഞ്ഞ് 3 എന്ന് കൊടുത്തപ്പം 3 തവണ ഹലോ 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 എന്ന് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പേസ് ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ വേറെ ഒരു ഡബിൾ കോട്ട്സ് ഇട്ടിട്ട് അതിന്റെ കൂട്ടത്തിൽ സ്പേസ് ആഡ് ചെയ്യാം. ഓക്കെ, സോ സ്പേസ് ആഡ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒരു ഹോംവർക്ക് ആയിട്ട് നിങ്ങൾക്ക് തരുവാണ്. നമ്മൾ സ്പേസ് ആഡ് ചെയ്യുന്നതൊക്കെ നേരത്തെ കൺകാറ്റിനേഷനിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേ മെത്തേഡ് നമുക്ക് ഇവിടെയും ഉപയോഗിക്കാവുന്നതാണ് സ്പേസ് ആഡ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ അത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാം. റിപ്പീറ്റ് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സ്ട്രിംഗ് ഡോട്ട് റിപ്പീറ്റ് എന്ന് പറഞ്ഞ് 3 കൊടുത്തു കഴിഞ്ഞാൽ 3 തവണ ആ ഒരു പെർട്ടിക്കുലർ സ്ട്രിംഗ് റിപ്പീറ്റ് ആവുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് റീപ്ലേസ് എന്ന് പറഞ്ഞ മെത്തേഡുകളെ കുറിച്ചിട്ടാണ്. ഓക്കെ, റീപ്ലേസ് എന്ന് പറഞ്ഞ മെത്തേഡ് നമ്മൾ സാധാരണ നോട്ട് പാഡ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് വേറൊരു വേർഡായിട്ട് റീപ്ലേസ് ചെയ്യാം. അതായത് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ എല്ലാ ടെക്സ്റ്റ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട്. നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ എഡിറ്റിൽ പോയി നോക്കി കഴിഞ്ഞാൽ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് പറഞ്ഞ കുഴപ്പമുണ്ട്. ഓക്കെ, സോ ആ ഒരു കോൺസെപ്റ്റിന് വേണ്ടിയിട്ട് ഈ റീപ്ലേസ് എന്ന് പറഞ്ഞ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് എല്ലാ ലാംഗ്വേജിലും ഉണ്ട്. ഇത് മാത്രമല്ല എല്ലാ ലാംഗ്വേജിലും ഉണ്ട്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ വേർഡ് നമുക്ക് ഏത് വേർഡാണോ ഒരു സ്ട്രിംഗ് കൊടുത്തിട്ടുണ്ട് ആ സ്ട്രിംഗിൽ എന്ത് വേർഡാണോ റീപ്ലേസ് ചെയ്യേണ്ടത് ആ വേർഡ് ആദ്യം കൊടുക്കുക. എന്ത് വേർഡ് വെച്ചിട്ടാണോ റീപ്ലേസ് ചെയ്യേണ്ടത് അതിനെ നമ്മൾ രണ്ടാമത് കൊടുക്കുക. ഓക്കെ,
സോ ആദ്യത്തെ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. വേൾഡിനെ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ് റീപ്ലേസ് ചെയ്യുവാണ്. അപ്പൊ നമ്മൾ വേർഡിനെ സ്ട്രിംഗ് ഡോട്ട് റീപ്ലേസ് എന്ന് കൊടുത്തിട്ട് വേർഡ് ഇത് എന്താണ് സ്ട്രിംഗ് ആണ്, അതുകൊണ്ട് ഡബിൾ കോട്ട്സിന്റെ അകത്ത് ഉപയോഗിക്കണം, അതല്ലെങ്കിൽ സിംഗിൾ കോട്ട് ഉപയോഗിക്കണം, കോമ ഇട്ട് കൊടുക്കുക. അതിനുശേഷം എന്ത് വെച്ചിട്ടാണോ റീപ്ലേസ് ചെയ്യുന്നത്, അപ്പൊ ഞാനിവിടെ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഹലോ ജാവാസ്ക്രിപ്റ്റ് എന്ന് നമുക്ക് ഔട്ട്പുട്ട് വരുന്നതാണ്. ഓക്കെ, സോ ഇതും നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി HE മാത്രം റീപ്ലേസ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം, കാരണം ഇവിടെ റീപ്ലേസ് ചെയ്യുന്നത് ഒരു സബ് സ്ട്രിംഗ് ആണ്. ഓക്കെ, അപ്പം സാധാരണ ജാവാസ്ക്രിപ്റ്റിനെ സ്ട്രിംഗ് എന്ന് കൺസിഡർ ചെയ്യുന്നത് സ്പേസ് ഒന്നും ജാവാസ്ക്രിപ്റ്റിന് മാറ്റർ അല്ല, കാരണം ഇതൊരു ക്യാരക്ടർ ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, സോ ഇതിനെ മൊത്തമായിട്ട് ഒരു വേർഡ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ HE മാത്രം റീപ്ലേസ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും നമ്പേഴ്സ് ആഡ് ചെയ്ത് നോക്കാനും പറ്റും. ഓക്കെ, സോ അതും നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെർച്ച് എന്ന് പറഞ്ഞ മെത്തേഡുകളെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്ട്രിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് സെർച്ച് എന്ന് പറഞ്ഞ സ്ട്രിംഗ് മെത്തേഡ് ആണ്. ഈ സെർച്ച് എന്ന് പറഞ്ഞ സ്ട്രിംഗ് മെത്തേഡ് നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ തന്നെ അറിയാൻ സാധിക്കും. ഇത് ഈ ഒരു പെർട്ടിക്കുലർ വേർഡിന്റെ അകത്ത് ഈ നമ്മൾ കൊടുത്തിരിക്കുന്ന സബ് സ്ട്രിംഗ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ്. ഓക്കെ, സോ ഇതിനകത്ത് നിങ്ങൾക്ക് റെഗുലർ എക്സ്പ്രഷനും കൊടുക്കാം, അതുപോലെ തന്നെ വാല്യൂസും കൊടുക്കാം. ഇവിടെ ഇപ്പൊ നമ്മൾ വാല്യൂസ് ആണ് കൊടുത്തിട്ടുള്ളത്, കാരണം റെഗുലർ എക്സ്പ്രഷൻ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. ഓക്കെ, സോ റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റിൽ HTML ഒന്നിന്റെ ഭാഗമല്ല, അതൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാ ലാംഗ്വേജുകളും സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ എക്സ്പ്രഷൻസ് എന്ന് പറയുന്ന അത് ആക്ച്വലി ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയാണ്. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് ഈ ക്യാരക്ടേഴ്സിനെ കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്പേഴ്സിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഒരു ടൈപ്പ് ഓഫ് സെർച്ചിങ് പോലെയൊക്കെയാണ് റെഗുലർ എക്സ്പ്രഷൻ. ഫിൽട്ടർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് എക്സ്പ്രഷൻ ആണ് റെഗുലർ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ജസ്റ്റ് വേർഡ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നതാണ്. ക്യാരക്ടർ ആണെങ്കിൽ നമുക്ക് കൊടുക്കാം, അതിലേക്ക് റെഗുലർ എക്സ്പ്രഷൻസും കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ 6 എന്താണെന്ന് നിങ്ങൾക്ക് ആൾറെഡി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, കാരണം ഇതിന്റെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് നമ്പർ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ വേരിയബിളിന്റെ അകത്ത് സ്ട്രിംഗ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതിനുശേഷം ഹലോ വേൾഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതിനകത്ത് വേൾഡ് എന്ന് പറഞ്ഞ ഇതാണ് ക്യാരക്ടർ ആണ്, സ്ട്രിംഗ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു വേർഡിന്റെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് നമ്പർ ആണ് നമുക്ക് തരുന്നത്, അതായത് വേൾഡ് എന്ന് പറഞ്ഞതിന്റെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് നമ്പർ ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. എന്നിട്ട് ഇതിന്റെ ഒരു ലെന്ത് ഒക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ വേർഡ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതായത് വേൾഡിന്റെ എത്ര ഇൻഡെക്സ് നമ്പർ ഉണ്ട്, അതായത് 0, 1, 2, 3, 4 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ ഈ ഒരു 6ൽ നിന്ന് 6 ആഡ് ചെയ്യാം. ഓക്കെ, അതായത് ഇവിടെ ഡബ്ല്യൂയുടെ ഇൻഡെക്സ് നമ്പർ എത്രയാണ്, 6 ആണ്. അപ്പം 6ൽ നിന്ന് ബാക്കി ഒരു ഇവിടെ നമുക്ക് 4 ആണ് വന്നിട്ടുള്ളത്, അപ്പോൾ ഒരു 3യും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വേർഡ് എന്ന് പറഞ്ഞ നമ്പർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും, ഇവിടെ 0 മൂല്യം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, സോ ഇതിന്റെ സ്റ്റാർട്ടിംഗ് എന്താ, സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് നമ്പർ ആണ്. ഇവിടെ നമ്മൾ വേൾഡ് എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ ഒരു വേൾഡിന്റെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് നമ്പർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഡബ്ല്യൂന്റെ ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞ് ഇവിടെ വെച്ച് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 0, 1, 2, 3, 4, 5, 6. ഓക്കെ, വൈറ്റ് സ്പേസും ഒരു ക്യാരക്ടർ ആണ്, ഞാൻ കഴിഞ്ഞ ഇതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വേർഡിന്റെ W ആണ് വന്നിരിക്കുന്നത്. ഡബ്ല്യൂന്റെ ആദ്യത്തെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, സോ ആ 6 ആണ് നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രിംഗ് സ്ലൈസിങ്ങിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അതായത് നമുക്കൊരു സ്ട്രിംഗ് സ്ലൈസ് എന്ന് പറയുന്നത് ഒരു സ്ട്രിങ്ങിനെ വേണമെങ്കിൽ നമുക്ക് സ്ലൈസ് ചെയ്യാൻ പറ്റും. സ്ലൈസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇവിടുന്ന് കട്ട് ചെയ്യാം. ഓക്കെ, ഇൻ ബിറ്റ്വീൻ കട്ട് ചെയ്യാം. ഇനിയിപ്പോ നമ്മൾ H മാത്രം വിട്ടിട്ട് ബാക്കി ഇവിടുന്ന് മൊത്തമായിട്ട് കട്ട് ചെയ്യാം. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ട്രിങ്ങിൽ നിന്ന് ഒരു പുതിയ സ്ട്രിങ്ങിനെ ഉണ്ടാക്കുക, അതല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന സ്ട്രിങ്ങിന്റെ ഒരു പെർട്ടിക്കുലർ പാർട്ട് മാത്രം നമ്മൾ എടുക്കാം. ഓക്കെ, അതാണ് സ്ലൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഹലോ എന്ന് പറഞ്ഞിട്ട് സ്ട്രിംഗ് ഡോട്ട് സ്ലൈസ് എന്ന് പറഞ്ഞിട്ട് 6 എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് വേൾഡ് എന്ന് പറഞ്ഞ ഇത് മാത്രമായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. 6ൽ നിന്നാണ് പിന്നെ നമുക്ക് തുടങ്ങുന്നത്. ഓക്കെ, സോ 6 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 6 വരെയുള്ള കാര്യങ്ങൾ കട്ട് ചെയ്യും, അതായത് 1, 0, 1, 2, 3, 4, 5. ഓക്കെ, 5 വരെയുള്ള കാര്യങ്ങൾ കട്ട് ചെയ്യും, എന്നിട്ട് 6 മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പ്രിന്റ് ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, സോ ഇവിടെ 6 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ N-1 ആണ് ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നത്. 6 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 5 വരെയുള്ള കാര്യങ്ങൾ 5 എണ്ണം കട്ട് ചെയ്യും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 1, 2, 3, 4, 5. അതോടൊപ്പം തന്നെ ഈ വൈറ്റ് സ്പേസും കട്ട് ചെയ്യും. ഓക്കെ, 6ാമത്തെ നമ്പറായ വൈറ്റ് സ്പേസും കട്ട് ചെയ്യും. അതിനുശേഷം വേൾഡ് എന്ന് പറഞ്ഞ് പ്രിന്റ് ആവുന്നതായിരിക്കും. ഓക്കെ, മൊത്തം തുടക്കത്തിൽ നിന്ന് ആദ്യത്തെ 6 അക്കങ്ങൾ കട്ട് ചെയ്ത് കളയും, ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവൻ പ്രിന്റ് ചെയ്യും. ഓക്കെ, അതാണ് സ്ലൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു മെത്തേഡ് കൊണ്ടുണ്ട്, സ്ട്രിംഗ് സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ്. സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ വേർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു അറേ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ ഒരു അറേ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതിന് ഈ ഒരു 2 വേർഡ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓരോ വേർഡ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം ഇവിടെ അകത്ത് ഞാൻ ഇവിടെ കോമ കൊടുത്തിട്ടുണ്ട്. എവിടെയാണോ കോമ വരുന്നത്
ആ ഒരു പെർട്ടിക്കുലർ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്യും. ഇപ്പോൾ O ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ HELL എന്ന് മാത്രം വരും. എന്നിട്ട് O കോമ ഇട്ടിട്ട് വേൾഡ് എന്ന് പറഞ്ഞ് നമുക്ക് വരുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ ഏത് കാര്യമാണോ കൊടുക്കേണ്ടത് ആ സാധനമായിരിക്കും സ്പ്ലിറ്റ് ആണ്. സ്പ്ലിറ്റിന്റെ അകത്ത് നമ്മൾ ഇതിന്റെ അകത്തുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും നമ്മൾ സ്പ്ലിറ്റിങ്ങിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു അറയിൽ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വരുന്നത്. അറ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഓരോ പെർട്ടിക്കുലർ ക്യാരക്ടർ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ കോമ അല്ലാതെ വേറെ N എന്ന് പറഞ്ഞൊരു നമ്പർ കൊടുക്കുക. ഓക്കെ, ഇവിടെ കോമ മാറ്റിയിട്ട് N എന്ന് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമ്മൾ കോമ മാറ്റിയിട്ട് N എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഹലോ N വേൾഡ് എന്ന് പറഞ്ഞു എഴുതിയിട്ട് കോമ മാറ്റിയിട്ട് N എന്ന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു എക്സസൈസ് ഒന്ന് റൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവും. ഓക്കെ, സോ കോമ എന്ന് പറയുന്നത് ഇവിടെ കോമ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ കോമ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കോമ അല്ല വേറെ എന്തെങ്കിലും ആണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ O എന്ന് കൊടുക്കുവാന്ന് വിചാരിക്കുക. ഈ ഒരു നമ്മൾ ഡബിൾ കോഴ്സിന്റെ അകത്ത് O എന്ന് കൊടുക്കുവാന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം HELL എന്ന് ഇട്ടിട്ട് കോമ ഇട്ടിട്ട് W വരും. അതിനുശേഷം O നമ്മൾ വിട്ടും O കളയും. O ഇല്ലാതെ തന്നെ RLD എന്ന് നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് വരുന്നതായിരിക്കും. ഓക്കെ, സോ ഇതാണ് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ്. സ്ട്രിങ്ങും സ്പ്ലിറ്റും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രൈ ചെയ്യാവുന്നതുള്ളൂ. ഇനി അടുത്തതായിട്ട് നമ്മൾ എൻസ് വിത്ത് എന്ന് പറഞ്ഞൊരു മെത്തേഡിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മെത്തേഡാണ് സ്റ്റാർട്ട് വിത്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്റ്റാർട്ട് വിത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ IO വെച്ച് എൻഡ് ചെയ്യുന്ന പോലെ തന്നെ H വെച്ചാണോ തുടങ്ങുന്നത് എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ്. ഇവിടെ H എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ E എന്ന് പറഞ്ഞ് ഇത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ബൂളിയനിലാണ് നമുക്ക് റിസൾട്ട് വരുന്നത്. ട്രൂ എന്നായിരിക്കും റിസൾട്ട് വരുന്നത്. ഇനി ഇപ്പൊ ഇത് വെച്ചിട്ടല്ല തുടങ്ങുന്നതെങ്കിൽ നമുക്ക് ഫാൾസ് എന്ന് പറഞ്ഞ റിസൾട്ട് ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ ഇതും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രൈ ചെയ്യാവുന്ന നോക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ സബ്സ്ട്രിങ് എന്ന് പറഞ്ഞ മെത്തേഡിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സബ്സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ സ്ലൈസിങ്ങിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്ലൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പാർട്ടിൽ നിന്ന് മാത്രം സ്ലൈസ് ചെയ്യുന്നു. അതാണ് സ്ലൈസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ സ്ലൈസിങ്ങിനെ 15ാമത്തെ ഇതിൽ നമ്മൾ സ്ലൈസിങ്ങിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 6 സ്ലൈസ് ചെയ്യുക, അതിന്റെ ബാക്കി അങ്ങോട്ട് പ്രിന്റ് ചെയ്യുക. ഓക്കെ, പക്ഷെ നമുക്ക് ഇൻ ബിറ്റ്വീൻ ഉള്ള, അതായത് എനിക്ക് HE കളയണം, അതുപോലെ തന്നെ RLD കളയണം, അതിന്റെ ഇടയിലുള്ള കാര്യങ്ങൾ മാത്രം പ്രിന്റ് ചെയ്താൽ മതി. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് സബ്സ്ട്രിങ് എന്ന് പറഞ്ഞ മെത്തേഡ്. ഓക്കെ, സോ സബ്സ്ട്രിങ് എന്ന് പറഞ്ഞ മെത്തേഡിൽ ഇവിടെ 1, 3 എന്ന് പറഞ്ഞ 2 വാല്യൂ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ സ്റ്റാർട്ടിംഗ് വാല്യൂവും എൻഡിങ് വാല്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിന്നാണ് സ്ലൈസിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ ആ ഒരു കട്ടിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 0, 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1, ഇയിലാണ് 1 എന്ന് പറയുന്നത്. അപ്പം അതിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യും. ഇവിടെ വന്നിട്ടുണ്ട് 2, 3. ഓക്കെ, LL എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. 3 എന്ന് പറഞ്ഞാൽ Lന്റെ ആണ്. ഓക്കെ, അതുപോലെ 3യോടെ അവസാനിച്ചു. അപ്പം 1 മുതൽ 3 വരെയുള്ള ഇൻഡെക്സ് നമ്പറിലുള്ള കാര്യങ്ങളായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് 1 and 3. ഓക്കെ, 1ഉം 3യും ഇൻക്ലൂഡ് ചെയ്യും, അതിന്റെ ഇടയിലുള്ള 2ഉം കൂടെ, അതായത് 1, 2, 3. നമ്മൾ 1, 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1, 2, 3 എന്നായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 0, 1 എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയാണ് ആണ്, അത് വന്നിട്ടുണ്ട്. 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ L ആണ്, അത് വന്നിട്ടുണ്ട്. 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2ാമത്തെ L ആണ്, അതും ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് സബ്സ്ട്രിങ് എന്ന് പറഞ്ഞ മെത്തേഡ്. ഓക്കെ, അല്ലെങ്കിൽ STR എന്ന് പറഞ്ഞ മെത്തേഡ്. ഇത് തമ്മിൽ മാറിപ്പോകാൻ പാടില്ല. സബ്സ്ട്രിങ് എന്ന് പറഞ്ഞ വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. അതായത് STR എന്ന് പറയുന്നതും സബ്സ്ട്രിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഇന്റർവ്യൂസിൽ ചോദിക്കുന്നതാണ്. ഓക്കെ, സോ സബ്സ്ട്രിങ് എന്ന് പറഞ്ഞ മെത്തേഡും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചെറിയ ഡിഫറൻസ് ഉണ്ട്, പക്ഷെ രണ്ടും 2 മെത്തേഡാണ്. ഇവിടെ നമ്മൾ STR എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഈ സബ്സ്ട്രിങ് എന്ന് പറഞ്ഞ മെത്തേഡ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് 1, 4 എന്നാണ്, പക്ഷെ നമുക്ക് ഔട്ട്പുട്ട് വന്നിരിക്കുന്നത് STR എന്ന്, അതായത് കഴിഞ്ഞ മെത്തേഡിൽ നമുക്ക് വന്നിരിക്കുന്ന അതേ ഔട്ട്പുട്ട് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1, 3 എന്ന് പറഞ്ഞു കൊടുക്കുമ്പം ഇതിന്റെ അകത്ത് ELL എന്നാണ് വന്നിരിക്കുന്നത്. പക്ഷെ സബ്സ്ട്രിങ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കുമ്പം നമ്മൾ 1, 4 എന്നാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ എങ്കിലും നമുക്ക് ELL എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ സ്റ്റാർട്ടിംഗ് നമ്പർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് സ്റ്റാർട്ടിംഗ് ആൻഡ് എൻഡ് പൊസിഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇൻ ബിറ്റ്വീൻ ഉള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ പ്രിന്റ് ആവത്തുള്ളൂ. ഓക്കെ, അതായത് ഈ സ്റ്റാർട്ടിംഗ് നമ്പർ എങ്ങനെ പോയാലും ഇൻക്ലൂഡ് ചെയ്യും. അതായത് H എന്ന് കൊടുത്തിട്ട് ഇൻക്ലൂഡ് ചെയ്യും. അതിന്റെ ഇൻ ബിറ്റ്വീൻ L എന്ന് പറഞ്ഞ കാര്യങ്ങൾ മാത്രം പ്രിന്റ് ചെയ്യും. 4 എന്ന് പറഞ്ഞ ഇൻഡെക്സ് നമ്പർ O ആണ്, അത് പ്രിന്റ് ചെയ്യത്തില്ല. ഓക്കെ, ഇതാണ് സബ്സ്ട്രിങ് എന്ന് പറഞ്ഞ മെത്തേഡും സബ്സ്ട്രിങ് തമ്മിലുള്ള STR എന്ന് പറഞ്ഞ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മറ്റേതിൽ നമ്മൾ സ്റ്റാർട്ട് പൊസിഷൻ ഇവിടെ കൊടുക്കുന്നു, എൻഡ് പൊസിഷൻ ഇവിടെ കൊടുക്കുന്നു, ഇൻക്ലൂഡിങ് എൻഡ് പൊസിഷനിലാണ് STR പ്രിന്റ് ആയിട്ട് വരുന്നത്. അതായത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള STR എന്ന് പറഞ്ഞ ഈ ഒരു മെത്തേഡിൽ പ്രിന്റ് ആയിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ സ്റ്റാർട്ടിംഗ് വാല്യൂ കൊടുക്കുന്നു,
എൻഡിങ് വാല്യൂ കൊടുക്കുന്നത് കണ്ടോ, ഫ്രം എ സ്ട്രിങ് സ്റ്റാർട്ടിങ് അറ്റ് എ സ്പെസിഫൈഡ് പൊസിഷൻ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ സ്റ്റാർട്ട് ഇൻഡെക്സും അതുപോലെ തന്നെ നമ്മളിവിടെ ലെന്ത് ആണ് കൊടുക്കുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ഇൻഡെക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ എൽ എന്നതിൽ നിന്ന് കൊടുത്തിട്ടുള്ളത് ഇവിടെ ലെന്ത് ആണ് ഇതിന്റെ. ഓക്കെ, പക്ഷേ സബ് സ്ട്രിംഗ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിന്റെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സും എൻഡിങ് ഇൻഡെക്സും ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ 1 കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻഡിങ്, അതായത് പിന്നെ ഇതിന്റെ ലെന്ത് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന വാല്യൂ ഏതാണ്, ഇ ആണ്. അതിനെ 0, 1, 2 എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും n-1 ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ അതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇതിന്റെ ലെന്ത് കൊടുക്കുന്നതിനേക്കാളും നമുക്ക് n-1 എന്ന് പറഞ്ഞ ഫോർമുല ഒക്കെ കൊടുക്കുന്നതിനേക്കാളും ഭേദം നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. അതായത് ഇ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് നമ്പർ വരും. അതുപോലെ തന്നെ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് സ്റ്റാർട്ടിംഗ് എൻഡിങ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എൻഡിങ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, ഇത് ആക്ച്വലി 1, 3 എന്ന് കൊടുക്കുന്നത് 3 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലെന്ത് ആണ്. അപ്പം അതായത് ഇ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 0, അതുപോലെ 1, 2. ഓക്കെ, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തേലാണ്, ഇവിടെ ഓയിലാണ് ശരിക്കും വന്ന് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് എല്ലാ കാര്യത്തിലും n-1 ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യും. അങ്ങനെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ എൻഡിങ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡിങ് നമ്പർ ഇൻക്ലൂഡ് ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ എച്ചിന്റെ ഇൻഡെക്സ് നമ്പർ 0 ആണ്, ഇയുടെ ഇൻഡെക്സ് നമ്പർ 1 ആയിരിക്കും. അതുപോലെ തന്നെ ഈ എല്ലിന്റെ ഇൻഡെക്സ് നമ്പർ 2 ആണ്, ഇതിന്റെ ഇൻഡെക്സ് നമ്പർ 3 ആയിരിക്കും. അപ്പൊ 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ 1ഉം 3ഉം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് സബ് STR എന്ന് പറഞ്ഞ മെത്തേഡ്. ഇനി സബ് സ്ട്രിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ് നമ്മൾ ആക്ച്വലി കൊടുക്കുന്നത് ഇതിന്റെ സ്റ്റാർട്ടിംഗ് ആൻഡ് എൻഡിങ് ഇൻഡെക്സ് ആണ്. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് കൊടുക്കുന്നു, എൻഡിങ് ഇൻഡെക്സ് കൊടുക്കുന്നു. സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് എവിടെയാണ് കൊടുക്കുന്നത്, ഇയിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, എൽ എന്ന് പറഞ്ഞു 0യിലാണ് എൻഡ് ചെയ്യുന്നത്, 0 അല്ല ഓയിലാണ് നമ്മളിവിടെ എൻഡ് ചെയ്യുന്നത്. പക്ഷേ എൻഡിങ് ഇൻഡെക്സ് പ്രിന്റ് ചെയ്യത്തില്ല. ഓക്കെ, സോ അതാണ് ഇത് തമ്മിലുള്ള മെത്തേഡ്. മറ്റേതിൽ നമ്മൾ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് കൊടുക്കുന്നു, എന്നിട്ട് അതിന്റെ കൗണ്ട് എത്രമാത്രം കൗണ്ട് ചെയ്യണം, നെക്സ്റ്റ് എത്ര എണ്ണം പ്രിന്റ് ചെയ്യണമെന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ സബ് സ്ട്രിംഗ് എന്ന് പറഞ്ഞ മെത്തേഡിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന്റെ ലെന്ത് ആണ് കൊടുക്കുന്നത്. ഓക്കെ, അതായത് 1 തുടങ്ങിയിട്ട് അതിന്റെ ലെന്ത് 3 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് സ്റ്റാർട്ടിംഗ് ഇൻഡെക്സും അതുപോലെ തന്നെ എൻഡിങ് ഇൻഡെക്സും ആണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. ഇതാണ് സബ് സ്ട്രിംഗും ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അതിന്റെ ഇൻ ബിറ്റ്വീനുള്ള കാര്യങ്ങൾ പ്രിന്റ് ചെയ്യത്തുള്ളൂ, ആ ഒരു സ്റ്റാർട്ടിംഗ് ഇൻഡെക്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മളത് പഠിക്കാൻ പോകുന്ന സ്ട്രിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ 2 ലോവർ കേസ് 2 അപ്പർ കേസ് എന്ന് പറഞ്ഞ 2 സ്ട്രിംഗ് മെത്തേഡാണ്. ഓക്കെ, സോ ഇത് ആക്ച്വലി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ CSSലും 2 അപ്പർ അതുപോലെ അപ്പർ കേസ് ലോവർ കേസിലേക്കും കൺവേർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേ കാര്യം തന്നെയാണ് ഇതും. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനെ സ്മാൾ ലെറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് 2 അപ്പർ കേസ് എന്ന് പറഞ്ഞ സ്ട്രിംഗ് മെത്തേഡ്. ഇത് നമ്മൾ സ്മാൾ ലെറ്റർ ആണ് കൊടുത്തിരിക്കുന്നതെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് അപ്പർ കേസിലേക്ക് മാറ്റും. ഓക്കെ, സോ 2 UPPER എന്നുള്ള യു ക്യാപിറ്റൽ ലെറ്റർ ആണ്, സി എന്ന് പറഞ്ഞതും ക്യാപിറ്റൽ ലെറ്റർ ആണ്, അവസാനം പാരാന്തസിസ് എഴുതണം. ഓക്കെ, സോ അതും നിങ്ങൾ മസ്റ്റ് ആണ്, സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ട്രിം എന്ന ഒരു മെത്തേഡാണ്. ട്രിം എന്ന് പറഞ്ഞ മെത്തേഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള വൈറ്റ് സ്പേസ് അതിന്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഉണ്ടെങ്കിൽ ആ ഒരു സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഉള്ള വൈറ്റ് സ്പേസുകൾ മാത്രം ട്രിം ചെയ്യും, അതായത് അത് മാത്രം റിമൂവ് ചെയ്യും. ഓക്കെ, പക്ഷെ ഇത് വൈറ്റ് സ്പേസ് മാത്രമേ അഫക്ട് ചെയ്യത്തുള്ളൂ. ട്രിം എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ, വെറുതെ ട്രിം എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ആദ്യമുള്ള ഈ വൈറ്റ് സ്പേസുകൾ റിമൂവ് ചെയ്യും, അവസാനമുള്ള വൈറ്റ് സ്പേസുകൾ റിമൂവ് ചെയ്യും, എന്നിട്ട് നമുക്ക് ഹലോ എന്ന് റിസൾട്ട് വരുന്നതായിരിക്കും. ഇനി അവസാനത്തെ മാത്രം വൈറ്റ് സ്പേസ് ആണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടെങ്കിൽ ട്രിം എൻഡ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. ട്രിം എൻഡ് എന്ന് പറഞ്ഞ മെത്തേഡിൽ എന്താ ചെയ്യുന്നത്, സ്റ്റാർട്ടിങ്ങിലൂടെ വൈറ്റ് സ്പേസ് ഇട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പക്ഷെ അവസാനം ഇതിന്റെ ഇങ്ങോട്ടുള്ള വൈറ്റ് സ്പേസ് മാത്രം റിമൂവ് ചെയ്യും. അതാണ് ട്രിം എൻഡ് എന്ന് പറഞ്ഞ മെത്തേഡ്. ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ട്രിം സ്റ്റാർട്ട് എന്ന് പറഞ്ഞ മെത്തേഡ്. ഓക്കെ, അത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ആക്ച്വലി ട്രിം സ്റ്റാർട്ട് എന്ന് പറഞ്ഞ മെത്തേഡ് വൈറ്റ് സ്പേസ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നുള്ളൂ. ഓക്കെ, അത് നിങ്ങൾക്ക് ആൾറെഡി അറിയാവുന്നതാണ് എന്താണ് ഇവിടെ ട്രിം സ്റ്റാർട്ടും ട്രിം എൻഡും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് എന്ന് പറഞ്ഞ മെത്തേഡാണ്. ഓക്കെ, അതായത് ഇതിന് ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള വാല്യൂ, ഒരു സ്ട്രിംഗ് ഒബ്ജക്റ്റിന് ഒരു പ്രിമിറ്റീവ് വാല്യൂസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാല്യൂ ഓഫ് എന്ന് പറഞ്ഞ സ്ട്രിംഗ് മെത്തേഡിനെ കുറിച്ച് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ എല്ലാ സ്ട്രിംഗ് മെത്തേഡിനും പ്രിമിറ്റീവ് ആയിട്ടുള്ള വാല്യൂ ഉണ്ടായിരിക്കും, അതായത് അതിന്റെ ഒരു വാല്യൂ കൊടുത്തിരിക്കണം. അങ്ങനെ വാല്യൂ കൊടുക്കാനായിട്ടും വാല്യൂ അല്ലെങ്കിൽ വാല്യൂ പ്രിന്റ് ചെയ്യാനായിട്ടാണ്
നമ്മൾ വാല്യൂ ഓഫ് എന്ന് പറഞ്ഞ സ്ട്രിംഗ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് HCLLയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഹലോ എന്ന് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഹലോ എന്ന് തന്നെ നമുക്ക് പ്രിന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ,